ാണ് അവിടെ അനുസ്മരണം കോട്ട ഉസ്താദ് അനുസ്മരണം ഞാൻ പോയിട്ടാകുമ്പോഴത്തേക്കും അവിടുത്തെ ബന്ദർപള്ളിയുടെ ഖത്തീബ് അപ്പോൾ ഇബ്രാഹിം ദാരിമി ഉസ്താദ് ഇന്ന് ആ ഖത്തീബ് അയാൾ ചെന്ന് ഞാൻ വരുന്ന ആൾ റായത്തേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരു 10 ഗಂಟರ ടൈമിൽ ഇവിടെ പള്ളിയിൽ ഒരു ബുൽപ്പ് കേൾക്കണം, ഭയങ്കര ബുൽപ്പ് കേൾക്കണം. അങ്ങനെ ನಾನು ഈ ബുൽപ്പ് വാടെ ഈ പള്ളിയിൽ ആളില്ല, എവിടെ ഇത് ബുൽപ്പ് ഉണ്ട് ഞാൻ നോക്കി. അങ്ങനെ സുമാർ ഇതിലെല്ലാം പോയിട്ട് നോക്കി, എവിടെ നോക്കുമ്പോൾ ആളെ കാണില്ല. ലാസ്റ്റിക്ക് ನಾನು പള്ളിക്ക് പറ്റിയിട്ട് പള്ളിയുടെ മേൽക്ക് പറ്റിയിട്ട് ನಾನು കാളി ഹൗസിൽ പോയിട്ട് നോക്കുമ്പോഴത്തേക്കും മഹാനായിരിക്കുന്ന കോട്ട ഉസ്താദ് അവിടെ ബുൽപ്പ് ഇട്ടുകൊണ്ടുണ്ട്, ആറില്ലാത്ത ജാഗിൽ വെച്ചിട്ടുണ്ട്. ആലോചനാക്കി നോക്കുക, അങ്ങനെയുള്ള ജീവിതത്തിൽ ഒരു കറാത്ത് ചെയ്യാത്ത അല്ല, എത്ര സൂക്ഷ്മത പാലിച്ചങ്ങ് അങ്ങനത്തെ സമയത്ത് അല്ല. ഞാൻ പഠിക്കുമ്പോൾ താലങ്ങാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസർഗോഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അയാളെ മോളൗത്തേക്ക് പോകേണ്ട അങ്ങനെ റിക്ഷാക്കിട്ട് നടന്നിട്ട് ടൗണിൽ നടന്നിട്ട് പോകണ്ടേ, റിക്ഷ സമയത്തായിട്ടില്ല. അത്രത്തോളം ജാഗ്രത പാലിച്ച ആ കോട്ട ഉസ്താദ് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിനെ നടപ്പാക്കിയിട്ട് പുൽപ്പിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്ര പെട്ട അള്ളാഹുവിനെ നടപ്പാക്കിയിട്ട് പുൽപ്പിട്ട ഞങ്ങൾ ആ കട തപ്പ് എത്ര ഒരു നാളിൽ ഞങ്ങൾ എന്തെല്ലാം തപ്പാക്കിക്കൊണ്ടുള്ള ഞങ്ങളെ കൈ കൊണ്ട് ഞങ്ങളെ കാട് കൊണ്ടല്ല അല്ലേ എന്തുത്തോളം ഞങ്ങൾ ആലോചനാക്കില്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഇതാ ഈ കണ്ണ് കൊണ്ടിട്ട് എന്തെല്ലാം ഹറാമുകൾ ഞങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കണ്ണ് തന്നത്, ഈ കണ്ണിന് ശുക്റായിട്ട് എന്തുത്തോളം ഞങ്ങൾ അല്ലാഹുവിനെ നനച്ചിട്ട് ഞങ്ങൾ പുൽപ്പിട്ടതുണ്ടാ. അതേ ടൈമിൽ നോക്കോ, നീ ഇതാ നിന്റേതായിരിക്കുന്ന ലവ് ഫൈലായിട്ട് ആപത്തുക്ക് നീ പുൽപ്പിട്ടിട്ടില്ലേ എന്നെങ്കിൽ പെങ്ങളെ നീന്തത്തനാണ് കേൾക്കടേ. നീ ഒരു നാൾ നിന്റെ ഇതാ നീ നിന്റെ തേടി നീ നിന്റെ പാല് നീ നിന്റെ ജീമായിട്ട് ചെന്നിട്ട് നിക്ക് എപ്പോഴും മെസ്സേജ് ആക്കിയോണ്ടുള്ളേ, നിക്ക് എപ്പോഴും പണാക്കിയോണ്ടുള്ള നിന്റെ ചെറുക്കയില്ലേ, ആ ചെറുക്കരട്ട നീ ഒന്ന് ചെല്ല്. നിന്റെ കണ്ണിതാ പോയിട്, നിന്റെ കണ്ണ് പൊട്ടിര്, നിന്റെ കണ്ണിന് കാഴ്ചയില്ല, അതുകൊണ്ട് ഞാൻ നിക്ക് 10 ലാഖ് തന്നെ നീ നിന്റെ കണ്ണൊന്ന് നിക്ക് നിന്റെ കണ്ണിനക്ക് തരുവേണ്ടി നീ ഒന്ന് കേട്ടു നോക്കോ. തരുവാണ അല്ലേ, എത്ര പിർസ അത് ചെന്ന് തരുവാണ ഒരു 10 ലാഖ് തൻ്റെ നാനിക്ക് കണ്ണ് തന്നിട്ട് ചെന്ന് തരുവാണ അല്ല. അപ്പോൾ ബാക്കിയുള്ള ഞങ്ങളെ പാലിസാക്കിയിട്ട് ഞങ്ങളെ സ്നേഹമെല്ലാം പിടിച്ച് പത്രങ്ങളെ അവസ്ഥ ഇത്. അപ്പോൾ ഞങ്ങളെ ഒരിക്കലും വഞ്ചിക്കാത്ത ഞങ്ങളെ ഒരിക്കലും ചതിക്കാത്ത ഒരാളിന്നെങ്കിൽ അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രം. ആ അല്ലാഹുടെ പിർസാക്കണോ നോക്കറോ. നേരത്തെ ഇവിടെ ഉദ്ഘാടനാക്കിയ ബഹുമാനപ്പെട്ട ഇർഷാദ് ദാരിമിയുടെ ബാപ്പ ജബ്ബാർ ഉസ്താദ് സുബ്ഹാനല്ലാഹ് ആ ജീവിത കണ്ണമീന്ദ്ര ചെല്ലാറ് എത്ര വലിയ പണ്ഡിതനാണ്, എത്ര വലിയ ആലിമാണ്, എത്ര വലിയ സൂഫി വര്യനാണ്. അളക്കാൻ കഴിയുമോ ആ ഇവിടെ ഞങ്ങൾക്ക് കണക്ക് കൂട്ടാൻ സാധ്യമുണ്ടാ. അത്ര വലിയ ആലിമായിട്ടും സുബ്ഹാനല്ലാഹ് മിത്തബയിലെ പള്ളിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഔദുടെ സൈഡിൽ വെച്ചിട്ടിക്കടേ അല്ലേ, ഔദുടെ സൈഡിൽ ഒരു ഫക്കീറന്മാരെ പോലെ വെച്ചിട്ടിക്കടേ. ഞങ്ങൾക്ക് ഉസ്താദിന്റെ ഗുർത്ത ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്താക്കടെ ബഹുമാനിക്കാം. ഗുർത്ത ഇല്ലാത്ത ആരെങ്കിലും വന്നെങ്കിൽ ഫക്കീറുണ്ട് ചെല്ലല്ലോ, മിസ്കീനുണ്ട് അല്ലേ. ആ ഡ്രസ്സ് നോക്കറോ സുബ്ഹാനല്ലാഹ് ഇണ്ട് വാളുക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ സുബ്ഹാനല്ലാഹ് എത്ര നല്ല ഡ്രസ്സ് ഇട്ടേ, ഏറ്റവും നല്ല ചന്തത്തെ ഡ്രസ്സ് നോക്കിയിട്ട് ഞാൻ ഇട്ടേ അല്ലേ, നല്ല തട്ടയിട്ടേ, നല്ല തലപ്പാവ് ധരിച്ചേ, എന്തൊക്കെ വേണമായിട്ട് ആത്മാരാണ് പോണ്ടേണ്ട് ചെന്നിട്ട് അതേ ടൈമിൽ ആ മിത്തബയിൽ ഉസ്താദ് ധരിച്ച് ചെരുപ്പ് നോക്കറോ, ആ ഡ്രസ്സ് നോക്കറോ സുബ്ഹാനല്ലാഹ്. ആ ഡ്രസ്സും ആ കോലവും കണ്ടെങ്കിൽ എന്ത് ചെല്ലുവാറ് അല്ലെ, ആ ഡ്രസ്സും ആ കോലയെല്ലാം കണ്ടെങ്കിൽ എന്തുള്ളത് ഒരു പ്രാന്തര പോലെ കണ്ടിട്ടുണ്ട് അല്ലെ. അതാണ് ഹബീബായ നബി ചൊല്ലത്, എത്ര മുടി ജട പിടിച്ച മനുഷ്യന്മാര്, എത്ര മണ്ണ് പുരണ്ട ഡ്രസ് ഇട്ട മനുഷ്യന്മാര് അങ്ങനെ കാണുമ്പോ ഒരു പിരാന്തന്മാരെ പോലെ കാണോ. പക്ഷേ ഹബീബായ നബി ചൊല്ലത് അങ്ങനെ എന്തെങ്കിലും അള്ളാഹുടെ സത്യ ചെയ്തിട്ട് ചെന്നെങ്കിൽ അള്ളാഹുടെ സത്യ പിടിച്ചിട്ട് അള്ളാഹുടെ നനപ്പാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഞങ്ങളെ ബായിൽ വന്നു പോയെങ്കിൽ അത് അങ്ങനെ അള്ളാഹു നടപ്പിലാക്കൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. അപ്പോൾ അങ്ങ് എന്തും ഞങ്ങളെ കാണുമ്പോഴത്തേക്ക് ഒരു പീരാന്തന്മാരെ പോലെ കാണും. പക്ഷെ അങ്ങ് എന്തായത്